ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं दत्तात्रेयम् अहं भजेत्. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 36. വേദാന്ത ശർമ്മയുടെ കഥ. മാതംഗി ഉപാസന. ഞങ്ങൾക്ക് സമ്മാനിക്കപ്പെട്ട ശ്രീപാദൻ്റെ തളകൾ ഒരു മഹാപ്രസാദമായി സ്വീകരിച്ച് ഞാനും ധർമ്മഗുപ്തനും ഞങ്ങളുടെ യാത്ര തുടർന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ ശ്രീപാദൻ്റെ കാൽത്തളകളുടെ സുശ്രാവ്യമായ സംഗീതം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. ഹൃദയത്തിലെ അനാഹത ചക്രത്തിൽ ഓങ്കാരം അനായാസമായി കേൾക്കാൻ കഴിയുമെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ രാത്രി മുഴുവൻ ശ്രീചരണൻ്റെ കാൽത്തളയിൽ നിന്നുള്ള രാഗതാളബദ്ധമായ സംഗീതമാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ കേട്ടുകൊണ്ടിരുന്നത്. അനാഹതത്തിൽ നിന്നുള്ള ശക്തി മറ്റ് ചക്രങ്ങളിലേക്കും പ്രവഹിച്ചു. ഈ പ്രവാഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ ഞരമ്പുകളിലും ഏതോ നൂതന ശക്തി ഉണ്ടായതുപോലെ തോന്നി. ഞങ്ങൾ നടക്കുമ്പോൾ കാൽത്തളയുടെ ശബ്ദം കേൾക്കും. ഞങ്ങൾ നിന്നാൽ ശബ്ദവും നിൽക്കും. അതിനിടെ വയലുകൾക്കിടയിൽ ഒരു ആശ്രമം കണ്ടു. അതിനോട് ചേർന്നൊരു ഗ്രാമവും ഉണ്ട്. ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ താഴ്ന്ന ജാതിക്കാർ താമസിച്ചിരുന്നു. എങ്ങനെ ഒരു ആശ്രമം അതിനടുത്ത് വരാൻ ഇടയായി എന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. ആശ്രമത്തിനടുത്തെത്തിയപ്പോൾ തളയുടെ ശബ്ദം നിലച്ചു. ഏതോ മഹത്തരമായ ഒരു ആധ്യാത്മിക അനുഭവം ഉണ്ടാകാൻ പോകുന്നതായി ഞങ്ങൾക്ക് ഒരു തോന്നലുണ്ടായി. അപ്പോൾ 60 വയസ്സ് തോന്നിക്കുന്ന തേജസ്വിയായ ഒരു മഹർഷി പുറത്തു വന്നു. പിന്നീട് ഏതാണ്ട് 30 വയസ്സുള്ള ഒരു യോഗിനി മാതാവും പുറത്തു വന്നു. അവർ സാദരം ഞങ്ങളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ മഹർഷി ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പേര് വേദാന്ത ശർമ്മ. വാസ്തവത്തിൽ ഞാൻ പീഠികാപുരവാസിയാണ്. ഇപ്പോൾ ഞാൻ ബംഗാരയ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഞാൻ ജന്മനാ ബ്രാഹ്മണനാണ്. ഈ സ്ത്രീ ജന്മം കൊണ്ട് ചെരുപ്പുകുത്തിയാണ്. ഈ ഗൃഹം മാതംഗി പീഠമാണ്. ദശമഹാവിദ്യകളിൽ ഒന്നായ മാതംഗിയെ ഞങ്ങളിവിടെ ആരാധിക്കുന്നു. എൻ്റെ ശരീരം രോമാഞ്ചം കൊണ്ടു. ഇദ്ദേഹം താൻ ബ്രാഹ്മണനാണെന്ന് പറയുന്നു. ഈ സ്ത്രീ ചെരുപ്പുകുത്തി ജാതിയാണ്. ഇവർ തമ്മിലുള്ള വിവാഹം എങ്ങനെയാണ് ധർമ്മസംഗതമായത്? ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ പഴങ്ങളും കിഴങ്ങുകളും തന്നു. ബംഗാരയ്യ പറഞ്ഞു: മാന്യരെ, അരുന്ധതി വസിഷ്ഠനോട് തന്നെ വിവാഹം ചെയ്യുവാൻ ആവശ്യപ്പെട്ടപ്പോൾ താൻ അവരുടെ ശരീരം ഏതു വിധത്തിൽ ഉപയോഗിക്കുന്നതിനെയും എതിർക്കരുത് എന്ന നിബന്ധന വെച്ചു. അവർ സമ്മതിച്ചു. മഹർഷി അവരുടെ ശരീരം 7 പ്രാവശ്യം ദഹിപ്പിക്കുകയും വീണ്ടും ജനിപ്പിക്കുകയും ചെയ്തു. അവർ ഒരിക്കലും എതിർത്തില്ല. അതുകൊണ്ട് അവർ അരുന്ധതിയായി. രുന്ധനം എന്നാൽ എതിർക്കൽ. അതിനുശേഷം മഹർഷി അവരെ ധർമ്മപത്നിയായി സ്വീകരിച്ചു. പീഠികാപുരത്ത് താമസിക്കുന്ന കാലത്ത് ഞാൻ 3 പ്രാവശ്യം വിവാഹം കഴിച്ചു. 3 ഭാര്യമാരും മരിച്ചുപോയി. എൻ്റെ വിധിയെ ഓർത്ത് ഞാൻ വിലപിച്ചു. ശ്രീപാദൻ ഹാസ്യമായി പറഞ്ഞു: മുത്തച്ഛ, ഞാൻ അങ്ങേക്ക് ഒരു മുത്തശ്ശിയെ കണ്ടുവച്ചിട്ടുണ്ട്. വിവാഹം ചെയ്യാതെ അവരെ ധർമ്മപത്നിയായി സ്വീകരിച്ചാൽ അങ്ങേക്ക് ഒരു ഉത്തമ ജീവിതം ഞാൻ ഉറപ്പു തരുന്നു. പീഠികാപുരത്തെ ബ്രാഹ്മണ പരിഷത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ബാപ്പനാരിയായിരുന്നു. ബ്രാഹ്മണ പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വേദപണ്ഡിതന്മാരുടെ ഒരു സഭ കൂടണമെന്ന് ബ്രാഹ്മണർ അഭ്യർത്ഥിച്ചു. ധർമ്മകർമ്മങ്ങളുടെ വിഷയത്തിൽ ചില സൂക്ഷ്മ അംശങ്ങൾ ചർച്ച ചെയ്ത് ചില നിർണയങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന അഭിപ്രായമുണ്ടായി. ദൂരദേശങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരെയും ഇതിൽ പങ്കെടുപ്പിക്കുവാൻ നിശ്ചയിച്ചു. ആരെയെല്ലാം വിളിക്കണം എന്ന് നിർണയിക്കുവാനുള്ള ബാധ്യത എന്നെ ഏൽപ്പിച്ചു. ഉപനയനത്തിനു ശേഷം ഒരു ദിവസം പോലും ശ്രീപാദൻ വേദപാഠങ്ങൾ ചൊല്ലുക ഉണ്ടായിട്ടില്ല. വാസ്തവത്തിൽ മുത്തച്ഛൻ്റെയോ അച്ഛൻ്റെയോ കാൽക്കൽ ഇരുന്ന് വേദ അധ്യയനം ഉണ്ടായിട്ടില്ല. എങ്കിലും ആരെങ്കിലും പരീക്ഷിക്കാനായി വേദത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഖണ്ഡം ചൊല്ലുവാൻ പറഞ്ഞാൽ ശ്രീപാദൻ ഉടനെ അത് ചൊല്ലും. ബാപ്പനാര്യയ്ക്ക് അറിയുന്നിടത്തോളം വേദം ശ്രീപാദനും അറിയാം. വേദത്തിന് പുറമേ വേദാന്തവും നിഗൂഢ വേദരഹസ്യങ്ങളും ശ്രീപാദന് കരതല ആമലകം പോലെ ആയിരുന്നു. അതുകൊണ്ട് ശ്രീപാദനെ കൂടി പരിഷത്തിലേക്ക് ക്ഷണിക്കുവാൻ ഞാൻ നിശ്ചയിച്ചു. അവിടെയുള്ള ബ്രാഹ്മണരുടെ യഥാർത്ഥ ഉദ്ദേശം വേറെയായിരുന്നു. സഭയ്ക്ക് വേണ്ടി വലിയ തോതിലുള്ള ഏർപ്പാടുകൾ ചെയ്യുവാൻ തുടങ്ങി.
ധർമ്മശാസ്ത്രം പൂർണ്ണമായി ചർച്ച ചെയ്യപ്പെടും. ശ്രീപാദൻ്റെ ധർമ്മവിരുദ്ധ പ്രവൃത്തികളെ നിശിതമായി വിമർശിക്കുവാനും അതിൻ്റെ ബലത്തിൽ അപ്പലരാജശർമ്മയ്ക്കും ശ്രീ ബാപ്പനാരിക്കും ഭ്രഷ്ട് കൽപ്പിക്കുവാനും ആ തീരുമാനത്തിൻ്റെ പകർപ്പ് ശ്രീ ശങ്കരാചാര്യർക്ക് അയച്ചു കൊടുക്കുവാനും അദ്ദേഹത്തിൻ്റെ അനുമതിയോടെ ആ രണ്ട് കുടുംബങ്ങളെ പീഠികാപുരത്തുനിന്ന് പുറത്താക്കുവാനും ആയിരുന്നു അവരുടെ ആന്തര ഉദ്ദേശം. അവരുടെ ഉദ്ദേശം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതിനോട് യോജിച്ചു. ബ്രാഹ്മണ പരിഷത്തിൻ്റെ അധ്യക്ഷനാകാനുള്ള വിചിത്രമായ ബലമായ ഒരു ആഗ്രഹം എനിക്കുണ്ടായി. ഏതു ജാതിയിൽപ്പെട്ടവരുടേതായാലും ആരുടെ വീട്ടിലും ശ്രീപാദൻ പോകുമായിരുന്നു. അദ്ദേഹം വളരെ സ്വാതന്ത്ര്യത്തോടെ പെരുമാറിയിരുന്നു. പീഠികാപുരത്ത് ബംഗാരയ്യ, ബംഗാരമ്മ എന്ന ദമ്പതികൾ താമസിച്ചിരുന്നു. അവർക്ക് ശ്രീപാദനെ കാണണമെന്നും അദ്ദേഹത്തോട് സംസാരിക്കണമെന്നും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം തനിക്ക് തോൾച്ചെരുപ്പ് വേണം എന്ന് ശ്രീപാദൻ പറഞ്ഞു. ബ്രാഹ്മണർ തോൾച്ചെരുപ്പ് ധരിക്കാറില്ല. അവർ മരം കൊണ്ടുള്ള മെതിയടിയാണ് ധരിക്കുക. കുടുംബാംഗങ്ങൾ ആവശ്യം നിരാകരിച്ചു. ഈ വാർത്ത കേൾപ്പിച്ച് ചെരുപ്പുകുത്തി ദമ്പതികളുടെ ചെവികളിലും എത്തി. ശ്രീപാദന് ഒരു ജോഡി ചെരുപ്പ് സമ്മാനിച്ച് കൃതാർത്ഥരാകണമെന്ന് അവർ ആഗ്രഹിച്ചു. പെട്ടെന്ന് ശ്രീപാദൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ദിവ്യപാദങ്ങളുടെ അളവുകൾ എടുക്കപ്പെട്ടു. ബംഗാരമ്മ ശ്രീപാദനോട് പറഞ്ഞു, മഹാപ്രഭോ, എൻ്റെ തൊലി ഉരിഞ്ഞെടുത്ത് അതുകൊണ്ട് ചെരുപ്പുണ്ടാക്കി അവിടത്തേക്ക് കാഴ്ചവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ശ്രീപാദൻ പുഞ്ചിരി തൂകി അപ്രത്യക്ഷനായി. ഞങ്ങളുടെ ഗൃഹത്തിൽ ഒരു നല്ല പശു ഉണ്ടായിരുന്നു. പെട്ടെന്ന് അസുഖം പിടിപെട്ട് അത് ചത്തുപോയി. അതിൻ്റെ ചർമ്മത്തെ ശുദ്ധി ചെയ്തെടുത്ത് അതുകൊണ്ട് ബംഗാരമ്മ ദമ്പതികൾ ശ്രീപാദന് ചെരുപ്പുകൾ ഉണ്ടാക്കി. അതിനിടയിൽ വേദപണ്ഡിത സഭ പ്രാരംഭമായി. ആദിശങ്കരനെക്കുറിച്ചൊരു ചർച്ച തുടങ്ങി. ആദിശങ്കരൻ കാശിയിൽ മണ്ഡനമിശ്രനെ വാദത്തിൽ തോൽപ്പിച്ചു. വാദത്തിൽ തന്നെ കൂടി തോൽപ്പിക്കാതെ പരീക്ഷ പൂർത്തിയാവുകയില്ലെന്ന് ഉഭയഭാരതീ ദേവി പറഞ്ഞു. അവർ കാമശാസ്ത്ര വിഷയത്തിൽ ചോദ്യമുന്നയിച്ചു. ആ വിഷയത്തിൽ ആദിശങ്കരൻ്റെ ജ്ഞാനം ശൂന്യമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം 6 മാസത്തെ അവധി ആവശ്യപ്പെട്ടു. ധർമ്മലംഘനം കൂടാതെ ശാസ്ത്രജ്ഞാനം നേടുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചു. അതിനിടയിൽ ഒരു മഹാരാജാവ് മരിച്ചു. തൻ്റെ ഭൗതിക ശരീരം ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കണമെന്നും എന്തെങ്കിലും അടിയന്തര ആവശ്യമുണ്ടായാൽ ഉടനെ രാജഗൃഹത്തിൽ വന്ന് സാങ്കേതിക ഭാഷയിൽ തന്നെ വിവരം അറിയിക്കണമെന്നും ശിഷ്യരോട് നിർദ്ദേശിച്ച് ശങ്കരൻ പരകായ പ്രവേശ വിദ്യയിലൂടെ മഹാരാജാവിൻ്റെ മൃതശരീരത്തിൽ പ്രവേശിച്ചു. മഹാരാജാവിൽ ഒരു നൂതന മാറ്റം സംഭവിച്ചതായി മഹാറാണി ശ്രദ്ധിച്ചു. തൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിൽ ഏതോ ഒരു മഹാപുരുഷൻ്റെ ആത്മാവ് പ്രവേശിച്ചിട്ടുണ്ടെന്നും അത് ഭർത്താവിൻ്റെ പ്രാണമയ ജഗത് ചൈതന്യത്തെ ഈ ശരീരത്തിലേക്ക് ആകർഷിച്ചിട്ടുണ്ടെന്നും മഹാറാണി മനസ്സിലാക്കി. ആ ആത്മാവ് തൻ്റെ ഭർത്താവ് അനുഭവിക്കുന്ന ദാമ്പത്യ സുഖത്തിന് സാക്ഷി മാത്രമാണെന്നും ശരീരത്തിൽ അധ്യക്ഷനായി ഇരുന്നു കൊണ്ട് ആ അനുഭവങ്ങളെ സംബന്ധിച്ച ജ്ഞാനം ആർജിക്കുകയാണെന്നും മനസ്സിലാക്കി. ആ ദിവ്യാത്മാവ് ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നിടത്തോളം സമയമേ ഭർത്താവിൻ്റെ പ്രാണചൈതന്യം ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നഗരത്തിൽ എവിടെയെല്ലാം ദഹിപ്പിക്കാത്ത ശവശരീരങ്ങൾ ഉണ്ടോ അവയെല്ലാം ഉടനെ ദഹിപ്പിക്കുവാൻ മഹാറാണി ആജ്ഞ നൽകി. ശ്രീ ശങ്കരൻ്റെ ശരീരം ദഹിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ രാജാവിൻ്റെ വേഷത്തിലുള്ള ശങ്കരനെ സാങ്കേതിക ഭാഷയിൽ വിവരം അറിയിച്ചു. തൻ്റെ കൈകാലുകൾ ദഹിച്ചു കഴിഞ്ഞിരുന്നു. ആദിശങ്കരൻ അവയെ ശ്രീ ലക്ഷ്മി നരസിംഹൻ്റെ കൃപാകടാക്ഷം കൊണ്ട് വീണ്ടെടുത്തു. ബ്രാഹ്മണ പരിഷത്തിൽ ശ്രീപാദൻ്റെ അത്ഭുത സംവാദം. അപ്പോൾ ശ്രീപാദൻ പരിഷത്തിനോട് ഈ വിധത്തിൽ ചോദിച്ചു: ആത്മാവ് ഒരു സമയത്ത് ഒരു ശരീരത്തിൽ നിൽക്കുന്നു, ആ ശരീരത്തെ വിട്ട് മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആത്മാവ് ഒരു സമയത്ത് 3-4 ശരീരങ്ങളിൽ നിന്നുകൊണ്ട് 3-4 ജന്മങ്ങളിലെ കർമ്മഫലങ്ങളെ ഇല്ലാതാക്കുവാൻ കഴിയുമോ? അതിന് ഇതൊരു സങ്കീർണമായ വിഷയമാണെന്നും ഇന്നേവരെ ആ വിധത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുള്ളതായി തെളിവില്ലെന്നും പരിഷത്ത് മറുപടി പറഞ്ഞു. മുമ്പ് ഉണ്ടായിട്ടില്ലേ? ഉണ്ടായി എന്ന കാര്യം നിങ്ങൾക്കറിയാം. ദേവേന്ദ്രൻ ഒരു ശാപം കാരണമായി പഞ്ചപാണ്ഡവന്മാരായി ജനിച്ചു. ശചീദേവി ദ്രൗപദിയായി ജനിച്ച് അവരുടെ ഭാര്യമാരായി. ശചിയും പുരന്ദരനും ഭൂമിയിൽ ജീവിക്കുമ്പോഴും സ്വർഗത്തിലെ മൂലതത്വം പാലിച്ചിരുന്നു. അർജുനന് മാത്രമായിരുന്നു ശയ്യാസുഖം ലഭിച്ചിരുന്നത്.
ധർമ്മരാജനുമായി ദ്രൗപദി ആലോചനകളും ചർച്ചകളും നടത്തിയിരുന്നു. ഭീമന് ഒരു അമ്മയെപ്പോലെ രുചികരമായ ഭക്ഷ്യഭോജ്യങ്ങൾ തയ്യാറാക്കി കൊടുത്തിരുന്നു. അർജുനന് ശയനസുഖം നൽകിയിരുന്നു. നകുലന് അവർ ലക്ഷ്മി സ്വരൂപമായിരുന്നു. സഹദേവന് ഭൂതഭവിഷ്യത് വർത്തമാനങ്ങൾ അറിയാമായിരുന്നതുകൊണ്ട് അദ്ദേഹം സംഭവിക്കുവാനുള്ളത് വേഗത്തിൽ സംഭവിക്കണമെന്നും കുരുക്ഷേത്ര യുദ്ധം വേഗത്തിൽ അവസാനിക്കണമെന്നും ആഗ്രഹിച്ചു. അതുകൊണ്ട് ദ്രൗപദി സഹദേവനോട് ഭൂമിദേവിയേക്കാൾ കൂടുതൽ ക്ഷമയോടെ പെരുമാറി. ദേവതാധർമ്മങ്ങളും മനുഷ്യധർമ്മങ്ങളും വ്യത്യസ്തമാണ്. ജന്തുധർമ്മങ്ങളും വേറെയാണ്. അവയെ കൂട്ടിക്കലർത്തരുത് എന്ന് ശ്രീപാദൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് കാലത്ത് പലതും നടന്നിട്ടുണ്ടാകാം, വർത്തമാനകാലത്ത് അങ്ങനെയൊന്നും നടക്കുന്നില്ല. അപ്പോൾ ശ്രീപാദൻ്റെ തീക്ഷ്ണ ദൃഷ്ടി എൻ്റെ മേൽ വീണു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങ് 3 സ്ത്രീകളെ വിവാഹം കഴിച്ചു. 3 പേരും മരിച്ചു. അവർക്ക് 3 ആത്മാക്കൾ ഉണ്ടായിരുന്നോ അതോ ഒറ്റ ആത്മാവായിരുന്നോ? ഒരാൾ 3 സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതിന് ധർമ്മസമ്മതം ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ 3 പുരുഷന്മാരെ വിവാഹം ചെയ്യുന്നതിന് ധർമ്മസമ്മതമുണ്ടോ? യഥാർത്ഥത്തിൽ ആത്മാവ് എന്താണ്? ദാമ്പത്യധർമ്മം എന്താണ്? ആ ചോദ്യത്തിന് ഞാൻ ഒരു പുരുഷന് എത്ര സ്ത്രീകളെ വേണമെങ്കിലും വിവാഹം ചെയ്യാമെന്നും എന്നാൽ ഒരു സ്ത്രീക്ക് അപ്രകാരമുള്ള അവകാശമില്ല എന്നും ഉറപ്പിച്ചു പറഞ്ഞു. അതിന് ശ്രീപാദൻ, ഓഹോ, അങ്ങ് ജഗന്നിയന്താവിനേക്കാൾ വലിയവനാണോ? മണ്ഡോദരി മഹാപതിവ്രതയായിരുന്നു. അവർ ബാലിയുടെ ഭാര്യയായിരുന്നപ്പോൾ അവരുടെ ശരീരാണുക്കൾ വ്യത്യസ്തമായിരുന്നു. രാവണൻ്റെ ഭാര്യയായിരുന്നപ്പോൾ ശരീരാണുക്കൾ വേറെയായിരുന്നു. വിഭീഷണൻ്റെ ഭാര്യയായിരുന്നപ്പോൾ ശരീരാണുക്കൾ വേറെയായിരുന്നു. ആത്മാവ് നിർവികാരമാണ്. അതിന് ഒന്നിനോടും സംഘമില്ല. അതുകൊണ്ട് അത് നിത്യയുക്തമാണ്, ശുദ്ധമാണ്, ഏറ്റവും പവിത്രമാണ്. മണ്ഡോദരി തമോ ഗുണപ്രധാനനായ ബാലിയുടെ ഭാര്യയായിരുന്നപ്പോൾ അതനുസരിച്ച് തൻ്റെ ചുമതലകൾ നിർവഹിച്ചു. രജോ ഗുണപ്രധാനനായ രാവണൻ്റെ ഭാര്യയായിരുന്നപ്പോൾ അതിന് അനുഗുണമായി വ്യവഹരിച്ചു. വിഭീഷണൻ്റെ ഭാര്യയായിരുന്നപ്പോൾ സത്വഗുണപ്രധാനമായി തൻ്റെ ബാധ്യതകൾ നിർവഹിച്ചു എന്നു പറഞ്ഞു. എനിക്കൊന്നും പറയുവാനുണ്ടായിരുന്നില്ല. അല്പം ആലോചിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, ശ്രീപാദ, താങ്കൾ പറയുന്നത് അംഗീകരിക്കുകയാണെങ്കിൽ ബഹുഭർത്തൃത്വവും അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ ശ്രീപാദൻ പറഞ്ഞു, ഇത് കലിയുഗമാണ്. അവാന്തര ജാതികൾ ഉണ്ടാകുന്നുണ്ട്. പശു, പക്ഷി തുടങ്ങിയവയും വൃക്ഷങ്ങളും കൃമികീടാദികൾ കൂടി മനുഷ്യജന്മം എടുക്കുന്നുണ്ട്. അവയിൽ ഓരോന്നിൻ്റെയും സ്വഭാവത്തിന് അനുഗുണമായ വിവിധങ്ങളായ ബന്ധുത്വങ്ങൾ ഉണ്ടാകുന്നു. ധർമ്മവിരുദ്ധമായ ബന്ധുത്വങ്ങൾ ഉണ്ടാകുമ്പോൾ അവാന്തര ജാതികൾ ഉണ്ടാകുന്നു. അവ കലിയുഗാന്ത്യത്തിൽ നശിക്കുവാനുള്ളവയാണ്. ഈ അവാന്തര ജാതികൾക്ക് ആസുരീ ശക്തികളാണ് കാരണമാകുന്നത്. അതുകൊണ്ട് ആസുരീ ശക്തികളെ നശിപ്പിക്കേണ്ടതുണ്ട്. ഒന്നിനെ നശിപ്പിക്കുമ്പോൾ പകരമായി 10 എണ്ണം ജനിക്കുന്നു. ധർമ്മബദ്ധമായ ബന്ധങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വിധിപ്രകാരമുള്ള കുല, ഗോത്ര, വർണ്ണാശ്രമ ധർമ്മങ്ങളെ നിർബന്ധമായും ആചരിക്കണം. ചില ദിവ്യാത്മാക്കളും ഉണ്ടാകുന്നു. അവയ്ക്ക് ഒരേയൊരു ആത്മാവ് മാത്രമേ ഉള്ളൂ. പുരുഷരൂപമായാണ് ആത്മാവ് ആവിർഭവിക്കുന്നത് എങ്കിൽ ആ ആത്മാവിൻ്റെ ശക്തി സ്ത്രീ രൂപമായി ആവിർഭവിക്കുന്നു. ഇതിന് ദിവ്യ ദാമ്പത്യം എന്ന് പേര് പറയുന്നു. ഇങ്ങനെയുള്ള ദിവ്യാത്മാക്കൾ സൃഷ്ടിയുടെ ആദ്യം മുതൽ ഉണ്ട്. സൃഷ്ടിയുടെ അവസാനം വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അവ പരാശക്തി പരബ്രഹ്മങ്ങളുടെ അദ്വിതീയമായ സ്വരൂപത്തിൻ്റെ സായുജ്യസ്ഥിതിയിൽ വർത്തിക്കുന്നു. അങ്ങ് ഒരേ കാലത്ത് വേദാന്ത ശർമ്മ എന്ന ബ്രാഹ്മണനായും ബംഗാരയ്യ എന്ന ചെരുപ്പുകുത്തിയായും ജനിച്ചു. അങ്ങയുടെ സ്ത്രീശക്തി 3 ഭാര്യമാരായും അങ്ങയുടെ ഗൃഹത്തിൽ ഈയിടെ മരിച്ചുപോയ ഗോമാതാവായും ബംഗാരയ്യയുടെ ഭാര്യയായ ബംഗാരമ്മയായും ജനിച്ചു. മരിച്ചുപോയ 3 ഭാര്യമാരുടെയും ഗോമാതാവിൻ്റെയും ചൈതന്യങ്ങൾ ബംഗാരമ്മയുടെ ചൈതന്യത്തിൽ ലയിച്ചു. ചൈതന്യത്തിന് എവിടെ നിന്ന് വന്നുവോ ആ മൂല ചൈതന്യത്തിൽ ലയിക്കേണ്ടതുണ്ട്. സൃഷ്ടി രഹസ്യം അതിഗഹനമാണ്. സപ്തർഷികൾക്ക് പോലും അത് മനസ്സിലാക്കുവാൻ വേണ്ടത്ര ശക്തിയില്ല. ബംഗാരമ്മയുടെ ശരീരം ബംഗാരയ്യയുടെ ശരീരത്തിന് വിധിപ്രകാരം നൽകപ്പെട്ടതാണ്. അതുകൊണ്ട് ധർമ്മവിരുദ്ധമാകാതെ അങ്ങേക്ക് അവരുമായി ലൗകിക ജീവിതം നിർവഹിക്കാവുന്നതാണ്. എന്നാൽ അവരിൽ നിന്ന് അല്പം പോലും ശരീര
സൗഖ്യം നേടുവാൻ പാടില്ല. ധർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ നിർണയം ചെയ്യുന്നു. പ്രകൃതിയിൽ പ്രവേശിക്കുന്നയാൾ പ്രകൃതിധർമ്മങ്ങളും മര്യാദകളും കൃത്യമായി അനുസരിക്കണം. ബംഗാരമ്മ തൻ്റെ തോലുകൊണ്ട് നിർമ്മിച്ച ചെരുപ്പ് എനിക്ക് സമ്മാനിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അത് അംഗീകരിച്ചു. ബംഗാരമ്മയായി ജീവിക്കുമ്പോൾ തന്നെ അവർ അറിയാതെ ഗോമാതാവായി ജനിച്ചു. അവർ അറിയാതെ അങ്ങയുടെ 3 ഭാര്യമാരായും ജനിച്ചു. ആ ഒരു ചൈതന്യം 3-4 ശരീരങ്ങളിലായി വിഭജിച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക ശരീരത്തിലെ ചൈതന്യത്തിന് താൻ മാത്രമാണെന്ന് തോന്നും. അന്തർലീനമായ ഏകത്വത്തെ അറിയുവാൻ അതിന് കഴിയുകയില്ല. കാലേ പഞ്ചസഹസ്രാണി ജായതേ വർണ്ണസങ്കരഃ. എന്നാൽ ഇതുമാത്രമാണ് അർത്ഥം. കുലസങ്കരം എന്ന് അർത്ഥമാക്കിയിട്ടില്ല. വർണ്ണങ്ങളെ കൂട്ടിക്കലർത്തുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. കുലസാങ്കര്യം ഉണ്ടാകുമ്പോൾ നീചജന്മങ്ങൾ ഉണ്ടാകുന്നു. വർണ്ണങ്ങൾ കലരുമ്പോൾ പുതിയ ശക്തികളോടെ പുതിയ ഒരു ജാതി ഉത്ഭവിക്കുന്നു. ഈ പുതിയ മാനവജാതി പരിണാമക്രമത്തിൽ ദൈവത്വം നേടുന്നു. ഈ ഭൂമിയിൽ ദൈവികമായി ഒരു ജാതി ഉത്ഭവിക്കേണ്ടതുണ്ട്. ഈ ബ്രാഹ്മണ പരിഷത്ത് കൂടിയതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്തെന്ന് എനിക്കറിയാം. എൻ്റെ മുത്തച്ഛനെയും അച്ഛനെയും ജാതിയിൽ നിന്ന് ബഹിഷ്കരിക്കുവാനുള്ള ദുഷ്ട ഉദ്ദേശ്യം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് വേദാന്ത ശർമ്മ, ഞാൻ അങ്ങയെ ജാതിയിൽ നിന്ന് ബഹിഷ്കരിക്കുന്നു. ഇനി മുതൽ അങ്ങ് ബംഗാരയ്യ എന്ന പേരോടെ വ്യവഹരിക്കും. ശ്രീപാദൻ ഉത്തരവിട്ടു. പരിഷത്ത് മുഴുവൻ വിസ്മയിച്ചുപോയി. എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് ഒരു ജ്യോതിസ്വരൂപം വന്ന് എന്നിൽ ലയിച്ചു. അപ്പോൾ ശ്രീപാദൻ വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ എല്ലാം കൺമുന്നിൽ വെച്ച് ബംഗാരയ്യയുടെ ആത്മജ്യോതി വേദാന്ത ശർമ്മയിൽ ലയിച്ചു. അദ്ദേഹം ബ്രാഹ്മണനോ ചണ്ടാളനോ എന്ന് നിങ്ങൾ നിർണയിക്കൂ. ഞങ്ങളെ ജാതിയിൽ നിന്ന് ബഹിഷ്കരിച്ച് ആ നിർണയത്തിന് ശങ്കരാചാര്യരുടെ അനുമതി നേടുവാൻ നിങ്ങൾ പ്രയത്നിച്ചു. ശങ്കരാചാര്യർക്ക് എന്നെ എന്ത് ചെയ്യുവാൻ കഴിയും? ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ ജനിച്ചു വളർന്നു. ബഹുമാന്യരായ മുത്തച്ഛനിൽ നിന്നോ അച്ഛനിൽ നിന്നോ വേദം പഠിക്കാതെ തന്നെ ഞാൻ വേദസൂക്തങ്ങൾ ചൊല്ലുന്നു. ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ ദർശനം നൽകുന്നു. ശങ്കരാചാര്യരെ നേരിട്ട് കാണുവാൻ ഞാൻ എന്തിനു ഭയപ്പെടണം? ഞാൻ എന്നും അദ്ദേഹം ആരാധിക്കുന്ന ശ്രീ ശാരദാചന്ദ്ര മൗലീശ്വരനായി അദ്ദേഹത്തിന് ദർശനവും അനുഗ്രഹവും നൽകുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നിർബന്ധമായും ഞാൻ ദൈവമാണെന്ന് അംഗീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർണയം നിങ്ങൾക്ക് കൂടുതൽ വേദനാജനകമാകും. ക്ഷത്രിയ പരിഷത്തും വൈശ്യപരിഷത്തും നിങ്ങളുടെ നിർണയങ്ങളെ മാനിക്കുകയില്ല. അവർ പൗരോഹിത്യവും അനുഷ്ഠാനങ്ങളും സംഭാവനകളും നിർത്തിയാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോടും പിഞ്ചു പൈതങ്ങളോടും കൂടി പട്ടിണിയാകും. എന്നോട് കലഹിക്കുകയാണെങ്കിൽ നിങ്ങൾ സർവനാശത്തെയായിരിക്കും ക്ഷണിച്ചു വരുത്തുന്നത്. 4 ആശ്രമധർമ്മങ്ങളും ആചരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. 18 വർണ്ണങ്ങളിൽ ഉള്ളവരും സുഖസന്തോഷങ്ങളോടെ ജീവിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ധർമ്മകർമ്മങ്ങളെ സമർത്ഥമായി നിർവഹിച്ച് ധർമ്മ സംസ്ഥാപനത്തിൽ പങ്കുചേരണം. ഇല്ല എങ്കിൽ പല കഷ്ടനഷ്ടങ്ങളും സഹിക്കേണ്ടതായി വരും. ഞാൻ സമാധാനമായിരിക്കും. നിങ്ങൾക്ക് കുഴപ്പം പിടിച്ച പരിതസ്ഥിതികളെ നേരിടേണ്ടി വരും. പ്രകൃതിയുടെ പരിണാമത്തിൽ 2 പദ്ധതികളാണ് ഉള്ളത്. ഒന്ന് നേരെയാക്കുന്ന പദ്ധതി, മറ്റേത് നേരെയാക്കപ്പെടുന്ന പദ്ധതി. നേരെയാക്കപ്പെടുവാൻ ധാരാളം സമയം തരും. നേരെയാക്കപ്പെടുവാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിനാശത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. വേണ്ടി വന്നാൽ നശിപ്പിച്ചുകൊണ്ടും ഞാൻ ധർമ്മം സ്ഥാപിക്കും. നിർബന്ധിതനായ പരിതസ്ഥിതിയിൽ ബംഗാരമ്മയെയും കൂടെ കൂട്ടി ഞാൻ പല ഗ്രാമങ്ങളിൽ കൂടിയും യാത്ര ചെയ്ത് ഒടുവിൽ ഇവിടെ എത്തി. ആശ്രമമുണ്ടാക്കി മാതംഗി ദേവിയെയും പ്രതിഷ്ഠിച്ച് ഇവിടെ ജീവിതം തുടങ്ങി. ശ്രീപാദൻ കുരുംഗഠയിലേക്കുള്ള യാത്രാമധ്യേ ഇവിടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഋണാനുബന്ധത്താൽ അടുത്ത ജന്മത്തിൽ അങ്ങ് ബ്രാഹ്മണനായി ജനിക്കും. ഋണാനുബന്ധത്താൽ ബംഗാരമ്മ ശൂദ്രജാതിയിൽ ജനിക്കും. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാകും, മക്കളുണ്ടാകും. നിങ്ങളുടെ സന്താനങ്ങൾക്ക് കുരുംഗഠയിൽ വന്ന് എന്നെ ആരാധിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകും. നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. ശ്രീമൻ, ഇതാണ് ഞങ്ങളുടെ കഥ. അദ്ദേഹം ശ്രീപാദനെക്കുറിച്ചുള്ള ചില അനുബന്ധ വിഷയങ്ങളും ഞങ്ങളോട് വിവരിച്ചു. നിങ്ങൾ ഈ പ്രദേശത്തു കൂടി യാത്ര ചെയ്യുമെന്നും തൻ്റെ തളകൾ നിങ്ങളുടെ പക്കൽ ഉണ്ടെന്നും അവ ഞങ്ങൾക്ക് തരുമ്പോൾ പകരമായി തോലുകൊണ്ടുള്ള പാദുകങ്ങൾ നിങ്ങൾക്ക് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ആരാധിക്കുന്നത്
മാതംഗ മഹർഷിയുടെ മകളായ മാതംഗിയെയാണ്. ഈ മഹാമാതാവിനെ ആരാധിക്കുന്നത് കൊണ്ട് സമൃദ്ധമായ ദാമ്പത്യ സൗഖ്യം ലഭിക്കുന്നു. അമ്മയ്ക്ക് രാജമാതംഗി, കർണമാതംഗി മുതലായ പല പേരുകളും ഉണ്ട്. ഒരിക്കൽ ശ്രീപാദൻ ഭൗതികമായി ആശ്രമത്തിലേക്ക് വന്നു. ആ സമയത്ത് ബംഗാരമ്മ പാൽ തിളപ്പിക്കുകയായിരുന്നു. അപ്പോൾ ആ ചർമ്മപാദുകങ്ങളുടെ മൂലാധാരമായ ഗോമാതാവ് തൻ്റെ തല കുലുക്കിക്കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ കൂടി പോയി. ശ്രീപാദൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പാല് സ്വീകരിച്ചു. ഞങ്ങൾ ആരാധിക്കുന്ന മാതംഗി വിഗ്രഹം ശ്രീപാദൻ്റെ പേരിൽ നിർമ്മിക്കപ്പെടുവാൻ പോകുന്ന മഹാസംസ്ഥാനത്തിലെ ഔദുംബര വൃക്ഷത്തിൻ്റെ അനേകവാര താഴെ എത്തിച്ചേരും എന്നും അത് അനേകം സിദ്ധപുരുഷന്മാരാൽ സേവിക്കപ്പെടുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹം ബംഗാരമ്മയെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് ബഹുയോഗ്യനാണ്. അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിൽ നിന്ന് സർവ്വസുഖങ്ങളും അനുഭവിക്കൂ. ഞാൻ നിങ്ങൾക്കായി ഒരു സ്വർണ്ണതിലകം സൂക്ഷിച്ചിട്ടുണ്ട്. ഏറ്റവും ശുഭപ്രദമായ ഒരു മംഗല്യസൂത്രം നിങ്ങൾക്കായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവ ഹിരണ്യലോകത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അടുത്ത ജന്മത്തിൽ ഞാൻ സ്വയം എൻ്റെ കൈകൾ കൊണ്ട് നിങ്ങളുടെ വിവാഹം നടത്തുന്നതാണ്. ശ്രീമൻ, അങ്ങ് ഞങ്ങളുടെ കഥ കേട്ടു. അങ്ങ് എപ്പോഴും സിദ്ധമംഗള സ്തോത്രം ചൊല്ലുന്നു. അതുകൊണ്ട് മഹാപുരുഷന്മാരുടെ അനുഗ്രഹം തീർച്ചയായും ലഭിക്കുന്നു. സിദ്ധന്മാരും മഹാസിദ്ധന്മാരും മഹായോഗികളും ശ്രീപാദൻ്റെ കൈകാലുകളും മറ്റ് അവയവങ്ങളും പോലെയാണ്. അദ്ദേഹം അവരിൽ കൂടി തൻ്റെ സങ്കല്പങ്ങൾ നിർവഹിക്കുന്നു. ഒരിക്കൽ അദ്ദേഹം രാജമാതംഗി രൂപത്തിൽ ദർശനം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. സമസ്ത സൃഷ്ടിയും അതിൻ്റെ എല്ലാ രഹസ്യങ്ങളും അദ്ദേഹത്തിൻ്റെ കൈകളിലാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും അദ്ദേഹത്തെ സ്മരിക്കുന്നു, ധ്യാനിക്കുന്നു, അർച്ചന ചെയ്യുന്നു. സർവസിദ്ധികളും അദ്ദേഹമാണ്. അദ്ദേഹം പെറ്റമ്മയെപ്പോലെ നിങ്ങളെ കാക്കുന്നു. ഭക്തന്മാരോടുള്ള ശ്രീപാദൻ്റെ സ്നേഹം കോടി അമ്മമാരുടെ വാത്സല്യത്തേക്കാൾ കൂടുതലാണ്. അധ്യായം 37. ചിന്നമസ്താദേവി വർണ്ണന. ഞങ്ങൾ ബംഗാരയ്യ ബംഗാരമ്മ ദമ്പതികളോട് വിട വാങ്ങി. അവർ തന്ന തുകൽ ചെരുപ്പുകളും കൊണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു. ഒരു ആരണ്യപ്രദേശത്തു കൂടി കടന്നു പോകുമ്പോൾ കുറച്ചു നേരം ഒരു ആൽ വൃക്ഷച്ചുവട്ടിൽ വിശ്രമിച്ചു. കുറേ യോഗിനിമാരുടെ കൂട്ടങ്ങൾ അവിടേക്ക് വന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ക്ലേശം നിറഞ്ഞ ഒരു കാലമാണ് ഇത്. നിങ്ങൾ ഈ പ്രദേശത്തേക്ക് വരുവാൻ യോഗ്യരല്ല. ഇവിടെ ഞങ്ങൾ ചിന്നമസ്താദേവിയെ പൂജിക്കുന്നു. ദേവി വളരെ ഗോപനം ചെയ്ത നിലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനം നിഷിദ്ധമാണ്. അതിനു പുറമെ ഇതൊരു ദൈവഭൂമിയാണ്. ഇവിടെ വരുന്നവർ പ്രാണനോടുകൂടി തിരികെ പോവുകയില്ല. ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ പ്രാണങ്ങൾ പോയി. അപ്പോൾ മഹാതേജോ വിരാജിതയായ ഒരു യോഗിനി മാതാവ് അവിടെ വന്നു. അവരുടെ കണ്ണുകൾ ജ്വലിക്കുന്ന പവിഴം പോലെയായിരുന്നു. അവരുടെ കൂടെ വന്ന യോഗിനി ഗണങ്ങൾ ഒരു കൂടയിൽ ചിന്നമസ്താദേവിയുടെ ഒരു ചെറിയ വിഗ്രഹം കൊണ്ടുവന്നു. അപ്പോൾ ആ യോഗിനി മാതാവ് പറഞ്ഞു, എന്തായാലും ഇവർ ഇവിടെ വന്നു. ഇവർക്ക് ധരിക്കുവാൻ ചേലകളും ചോളികളും കൊടുക്കൂ. അവരുടെ നിർദ്ദേശമനുസരിച്ച് യോഗിനികൾ ഞങ്ങൾക്ക് ചേലയും ചോളിയും തന്നു. ഞങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അവർ അവിടെ കൂട്ടിയ അഗ്നിയിൽ ദഹിപ്പിച്ചു. ഞങ്ങൾ ചോളിയും ചേലയും ധരിച്ചപ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുവാൻ തുടങ്ങി. ഞങ്ങളുടെ പുരുഷ ചിഹ്നങ്ങൾ മാഞ്ഞുപോയി. വലിയ സ്തനങ്ങൾ ഉണ്ടായി. ലൈംഗിക അവയവങ്ങൾക്ക് മാറ്റം സംഭവിച്ചു. ശരീരം സ്ത്രീ ശരീരമായി. സ്വഭാവം സ്ത്രീ സ്വഭാവമായി മാറി. ഞങ്ങളുടെ ശബ്ദം സ്ത്രീ ശബ്ദമായി. യോഗിനി ഗണങ്ങൾ ഞങ്ങൾക്ക് പുതിയ പേരുകളും തന്നു. എന്നെ ശങ്കരമ്മ എന്നും ശ്രീ ധർമ്മഗുപ്തനെ ധർമ്മമ്മ എന്നും വിളിച്ചു. ഭക്ഷണത്തിന് മാംസപദാർത്ഥങ്ങൾ തന്നു. കുടിക്കുവാൻ മദ്യം തന്നു. ചിന്നമസ്താദേവി ഉപാസന. പകൽ സമയത്ത് മനുഷ്യനായും രാത്രിയിൽ വലിയ പുലിയായും സഞ്ചരിക്കുന്ന മാർല പുലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ വിധത്തിലുള്ള ദേവതകൾ ഉണ്ടെന്നും യോഗിനികൾക്ക് അവരുടെ ഇച്ഛ കൊണ്ട് പുരുഷന്മാരെ സ്ത്രീകളാക്കുവാൻ കഴിയുമെന്നും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ഊഹിച്ചിട്ടില്ല. പന്തങ്ങൾ കത്തിക്കപ്പെട്ടു. ഭയസംഭ്രമകരങ്ങളായ നൃത്തങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ യോഗിനി മാതാവ് ഇപ്രകാരം പറഞ്ഞു, കബന്ധമാണ് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ജഗത്തിൻ്റെ അധിപതി. ആ ശക്തി ചിന്നമസ്താദേവി എന്ന് അറിയപ്പെടുന്നു. വൃദ്ധിയും ക്ഷയവും ഈ ജഗത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ക്ഷയം കുറയുമ്പോൾ വികാസം അധികമാകുന്നു. അപ്പോൾ ഭുവനേശ്വരി ദേവി ആവിർഭവിക്കുന്നു.
ഇതിന് വിരുദ്ധമായി ക്ഷീണത്വം അധികമാകുമ്പോൾ വളർച്ച കുറയുകയും ചിന്നമസ്താദേവി പ്രാധാന്യം നേടുകയും ചെയ്യുന്നു. മഹാമാതാവിൻ്റെ സ്വരൂപം അത്യന്തം രഹസ്യമായതാണ്. ഒരിക്കൽ പാർവതീദേവി സഖിമാരോട് കൂടി മന്ദാകിനി നദിയിൽ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞപ്പോൾ വിശപ്പ് സഹിക്കാൻ വയ്യാതായി. അതുകൊണ്ട് ദേവി കറുത്ത നിറമായി. ആ സമയത്ത് സഖിമാർ ഭക്ഷണം ആവശ്യപ്പെട്ടു. ദേവി അവരോട് കുറച്ചുനേരം കാക്കുവാൻ പറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം അവർ വീണ്ടും ഭക്ഷണം ചോദിച്ചു. വീണ്ടും കുറച്ച് കാക്കുവാൻ പറഞ്ഞു. ഇപ്രകാരം 3 പ്രാവശ്യം ഉണ്ടായി. അപ്പോൾ ആ മഹാദേവി വാളുകൊണ്ട് തൻ്റെ തല അറുത്തുമാറ്റി. 3 രക്തധാരകൾ ഒഴുകി. അവയിൽ 2 സഖിമാർ കുടിച്ചു. ഒരു ധാര ദേവി സ്വയം കുടിച്ചു. അർദ്ധരാത്രിയിൽ ചിന്നമസ്താദേവിയെ ഉപാസിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ നൽകുന്നു. ശത്രുക്കളെ ജയിക്കുവാനും ശത്രു സമൂഹങ്ങളെ സ്തംഭിപ്പിക്കുവാനും രാജ്യം കീഴടക്കുവാനും ദുർലഭമായ മോക്ഷപ്രാപ്തിക്കും ദേവിയെ ഉപാസിക്കണം. ദിക്കുകൾ ഈ മഹാമാതാവിൻ്റെ വസ്ത്രങ്ങളാണ്. യോനീചക്രം ദേവിയുടെ നാഭിയിലാണ്. കൃഷ്ണ, തമസ്, രക്ത, രജസ് ഗുണങ്ങളുള്ള കൂട്ടുകാർ ദേവിയുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ശിരസ് മുറിച്ചു കളഞ്ഞിട്ടും ദേവി ജീവനോടെ ഉണ്ടെന്നത് യോഗപരിഭാഷയിലെ പരിപൂർണ അന്തർമുഖതയുടെ പ്രതീകമാണ്. അഗ്നിസ്ഥാനമായ മണിപൂരകത്തിലാണ് ചിന്നമസ്താദേവിയെ ധ്യാനിക്കേണ്ടത്. ദേവി ഹിരണ്യകശിപു ഉപാസിച്ചിരുന്ന ദേവതയായിരുന്നു. ഇതെല്ലാം വളരെ അസാധാരണമായിരുന്നു. ഇത് ഞങ്ങളിൽ ഭയമുണ്ടാക്കുകയും ചെയ്തു. അപ്പോഴേക്ക് അർദ്ധരാത്രിയായി. ഏറ്റവും വിചിത്രമായ വാദ്യവിശേഷങ്ങൾ കൊണ്ടും നൃത്തഗീതങ്ങൾ കൊണ്ടും വലിയ കോലാഹലമായിരുന്നു. യോഗിനികൾക്ക് 2 നല്ല സ്ത്രീകളെ ബലി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. സൗകര്യമായി ഞങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളെ കൊല്ലുന്നതായിരിക്കും നല്ലത് എന്ന് അവർ നിശ്ചയിച്ചു. അവർ ഞങ്ങളുടെ കഴുത്തിൽ വേപ്പിലകൾ കെട്ടിത്തൂക്കി. നെറ്റിയിൽ കുങ്കുമപ്പൊട്ട് തൊടുവിച്ചു. നല്ല മൂർച്ചയുള്ള കത്തികൊണ്ട് ഞങ്ങളുടെ ശിരസ്സുകൾ അറുത്തു. രക്തധാരകൾ സമൃദ്ധമായി ഒഴുകിയപ്പോൾ യോഗിനിമാർ മതോന്മത്തരായി രുധിരപാനം ചെയ്തു. ഞങ്ങളുടെ തലകളും ഉടലുകളും ഒരു ഭാഗത്ത് നീക്കിയിട്ടു. ആ സമയത്തും ഞങ്ങൾക്ക് ജീവനുള്ളതായി തോന്നി. ശരീരം മുഴുവൻ നീറുന്നതായി തോന്നി. ഈ യോഗിനീഗണങ്ങളുടെ അത്യന്തം ഹീനമായ കുടിലതയ്ക്ക് ഞങ്ങളെ വിധേയരാക്കിയതായി ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ഉറക്കം ഞങ്ങളെ കീഴടക്കി. ആ നിദ്രാസ്ഥിതിയിൽ ഞങ്ങൾ അസ്പഷ്ടാകാരമായ ഒരു പ്രകാശത്തെ കണ്ടു. ആ പ്രകാശം ഞങ്ങളുടെ അടുത്തെത്തിയപ്പോൾ യോഗിനീഗണങ്ങൾ നിറം മങ്ങുകയും വായുവിൽ ലയിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ശരീരങ്ങളും തലകളും തമ്മിൽ വീണ്ടും കൂട്ടിയോജിച്ചു. പ്രഭാതമാകുവാൻ 2-3 നാഴികയുണ്ടാകും. ഞങ്ങൾ പതിവ് പോലെ ഉറക്കത്തിൽ നിന്നുണർന്നു. ഞങ്ങൾ ചേലയും ചോളിയും ധരിച്ചിരുന്നു. ഞങ്ങളുടെ സ്ത്രീ ലക്ഷണങ്ങൾ അദൃശ്യമായിക്കൊണ്ടിരുന്നു. പുരുഷ ലക്ഷണങ്ങൾ തിരികെ വന്നുകൊണ്ടിരുന്നു. രാത്രിയിൽ കത്തിച്ചു കളയപ്പെട്ട ഞങ്ങളുടെ വസ്ത്രങ്ങൾക്ക് പകരമായി പുരുഷന്മാർക്കുള്ള പുതിയ വസ്ത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കുളിയും മറ്റും കഴിഞ്ഞ് ഞങ്ങൾ പുതുവസ്ത്രങ്ങൾ ധരിച്ചു. അപ്പോൾ മറ്റൊരു യാത്രക്കാരൻ ഞങ്ങളുടെ കൂടെ ചേർന്നു. അയാൾ പറഞ്ഞു, മാന്യരെ, കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ കണ്ടത് ഒരുതരം യോഗപ്രക്രിയയാണ്. ഇത് ഏറ്റവും രഹസ്യമായ യോഗപ്രക്രിയയാണ്. നിങ്ങളുടെ ശരീരത്തിലെ സ്ത്രീ തത്വം ശുദ്ധീകരിക്കപ്പെട്ടു. ഓരോ ശരീരത്തിലും സ്ത്രീ പുരുഷ തത്വങ്ങൾ 2ഉം ഉണ്ട്. ഇവ 2ഉം ശുദ്ധമായാൽ മാത്രമേ വിശ്വചൈതന്യത്തിൽ നിന്നുള്ള യോഗശക്തി പ്രവഹിക്കുകയുള്ളൂ. ഇനി വിശ്വചൈതന്യത്തിൽ നിന്ന് ആവശ്യത്തിനുള്ള ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവഹിച്ചുകൊള്ളും. ആത്മാവിന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. അത് ഈ 2 തത്വങ്ങൾക്കും ആധാരമായും അതീതമായും നിൽക്കുന്നു. നിങ്ങൾ ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ദയ കൊണ്ടും യോഗിനീഗണങ്ങളുടെ അസാധാരണ യോഗപ്രക്രിയ കൊണ്ടും അനുപമമായ കരുണ നേടിയിട്ടുണ്ട്. തുറക്കുവാൻ വളരെ ബുദ്ധിമുട്ടായ സുഷുമ്നാ മാർഗം നിങ്ങൾക്ക് തുറന്നു കിട്ടി. ഇതിൽ അധികമായി എന്താണ് ആഗ്രഹിക്കാനുള്ളത്? ഇത്ര വലിയ മഹാഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങളുടെ കൈവശമുള്ള ശ്രീചരണൻ്റെ ചർമ്മപാദുകങ്ങളാണ് കാരണം. നിങ്ങൾ ചർമ്മദേഹങ്ങളുടെ ചൈതന്യത്തിൽ നിന്ന് വിടുതൽ നേടി ചൈതന്യപ്രവാഹരൂപമായ ദിവ്യത്വത്തിലേക്ക് അനുസന്ധാനം കൂട്ടിച്ചേർക്കൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. ശ്രീപാദൻ്റെ ലീലകളുടെ പൊരുൾ ആർക്കാണ് അറിയാൻ കഴിയുക? ശ്രീപാദരാജം ശരണം പ്രപദ്യേ.